അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമാണ് സാമ്പത്തിക വരുമാനം എന്നുള്ളത്. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ നല്ല നിലക്ക് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉണ്ടാവണം. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ചെറിയൊരു കുടുംബത്തിന് തന്നെ ജീവിക്കുമ്പോൾ നല്ലൊരു ചെലവ് നമുക്ക് വരാറുണ്ട്. ഭാര്യ, മക്കൾ, വീട്, പറമ്പ്, മാതാപിതാക്കൾ, അങ്ങനെ തുടങ്ങിയ ഒരു ചെറിയൊരു കുടുംബം. ആ കുടുംബത്തിനെ തന്നെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ചെലവ് ഇന്ന് നമുക്കുണ്ട്. പ്രത്യേകിച്ചും പുരുഷന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പലരും അവരുടെ കഷ്ടപ്പാടൊന്നും ആർക്കും അറിഞ്ഞു പോകരുത് എന്നുള്ള നിലക്ക് പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ധാരാളം കഷ്ടപ്പെടുന്നു. വിദേശ രാജ്യത്താണെങ്കിലും നാട്ടിലാണെങ്കിലും അവരവരെ കൊണ്ട് കഴിയുന്ന നിലക്ക് അവർ കഷ്ടപ്പെടുന്നുണ്ട്. അതേസമയത്ത് അവർക്ക് എത്ര അധ്വാനിച്ചാലും ചില ആളുകൾക്ക് എവിടെയും എത്തുന്നില്ല. ഒരുപാട് കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. എത്രയോ വർഷക്കാലം ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്ത് തൻ്റെ കുടുംബത്തോടൊപ്പം 2-3 മാസം ജീവിക്കട്ടെ എന്ന നിലക്ക് നാട്ടിൽ വന്ന് 2 ആഴ്ച ആകുമ്പോൾ തന്നെ ഇനി എങ്ങനെ ജീവിക്കും എന്നറിയാതെ എങ്ങനെയെങ്കിലും ഒരു 1-1.5 മാസം തള്ളി നീക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് കടമായിട്ട് ആകെ ടെൻഷനിലാകുന്ന ധാരാളം പ്രവാസി സുഹൃത്തുക്കളുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് വലിയൊരു പ്രയാസം തന്നെയാണ്. അപൂർവം ചില ആളുകൾക്ക് മാത്രം നല്ല സാമ്പത്തിക ശേഷിയുണ്ടെങ്കിലും നമ്മുടെ ദൃഷ്ടിയിൽ നല്ല വീടുള്ളവർ, നല്ല വരുമാനമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നവർ, അതേപോലെ തന്നെ ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്നവർ, ഇങ്ങനെ നമ്മുടെ ദൃഷ്ടിയിൽ പലരെ പറ്റിയും നല്ലത് എന്ന് അവരൊക്കെ നല്ലൊരു നിലവാരത്തിലുണ്ട് എന്ന് നാം വിചാരിക്കുകയാണെങ്കിലും അവരവരുടെ ഉള്ള്, അവരുടെ അവസ്ഥ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ അത് അവരാരോടും പറയാതെ ജീവിക്കുന്നവരാണ്. ഇങ്ങനെയാണ് കൂടുതൽ ആളുകളെയും ഇന്ന് കാണുന്നത്. ഇവിടെ നാം ചിന്തിക്കണം, അള്ളാഹു നമുക്കൊക്കെയും കടമില്ലാതെ നിലക്ക് നല്ല സന്തോഷത്തോടെ ജീവിക്കാനുള്ള തൗഫീക്ക്, അതിനുള്ള എല്ലാ വഴികളും അള്ളാഹു തുറന്നു തരുമാറാവട്ടെ. എന്നാൽ പലരും സാമ്പത്തികമായിട്ട് കുടുങ്ങിപ്പോകുന്നത് ഉള്ള ക്യാഷുകളൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ ബിസിനസ് തുടങ്ങുകയാണ്. അതല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിലേൽപ്പിച്ച് എന്തെങ്കിലും കച്ചവടത്തിൽ ഷെയർ ചേരുകയാണ്. ഇങ്ങനെ പല നിലക്കും നമ്മുടെ ക്യാഷുകൾ ഒപ്പിച്ച് എന്തെല്ലാം ചെയ്യണം, ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് ലക്ഷ്യമുള്ളത്, നമുക്കതിൻ്റെ ഇരട്ടി വരുമാനം ഉണ്ടാവണമെന്നുള്ള നിലക്കാണ്. പക്ഷെ കച്ചവടം എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് വിജയിക്കാം, പരാജയപ്പെടാം, രണ്ടും സംഭവിക്കാം. ആ രണ്ടും കരുതിക്കൊണ്ട് മാത്രമേ കച്ചവടത്തിൽ ഇറങ്ങാൻ കഴിയുള്ളൂ. പലപ്പോഴും വിജയിക്കും, പലപ്പോഴും അത് പരാജയപ്പെടും. എന്നാൽ വിജയിച്ചാൽ അൽഹംദുലില്ലാഹ് അവർക്ക് നല്ല ജീവിതം, നല്ല സന്തോഷമുണ്ടാകുന്നു. അതേസമയത്ത് സാമ്പത്തികമായി നല്ലൊരു സംഖ്യ ഇറക്കി അവസാനം കച്ചവടം നഷ്ടപ്പെടുന്നു, നഷ്ടമാകുന്നു, അവർ വളരെയധികം സങ്കടപ്പെടുന്നു. ആ കച്ചവടത്തിലൂടെ വലിയ ക്ഷീണം സംഭവിക്കുന്നു, ഒരുപാട് കടമാവുന്നു. അങ്ങനെ ഒരു നിലക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അവർ എത്രയോ ചെലവിട്ട് തുടങ്ങിയ ആ കച്ചവടം അവസാനം പകുതി വഴിയിൽ വെച്ച് അത് ഒഴിവാക്കേണ്ടി വരികയാണ്. ആ ഒരു കച്ചവടത്തിൻ്റെ കാരണം കൊണ്ട് മാത്രം മുമ്പുണ്ടായിരുന്ന കടത്തിൻ്റെ എത്രയോ ഇരട്ടി കടം വരികയാണ്. കോടിക്കണക്കിന് സംഖ്യകൾ കച്ചവടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ട് കടത്തിലായവരുണ്ട്. പലരും സങ്കടം പറഞ്ഞവരുണ്ട്. ഒരുപാട് ആളുകൾ ആ നിലയ്ക്ക് കുടുങ്ങിപ്പോയവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹൈറായ നല്ല വഴി തുറന്നു തരുമാറാവട്ടെ.
എന്നാൽ കച്ചവടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാഭവും നഷ്ടവും സംഭവിക്കാം. ലാഭം ലഭിക്കുമ്പോൾ കച്ചവടത്തിൽ നമുക്ക് നല്ലൊരു അഭിവൃദ്ധിയും ബറക്കത്തും ഒരു മെച്ചമുണ്ടായി എന്ന് തോന്നിയാൽ അള്ളാഹുവിനെ മറക്കാതെ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അൽഹംദുലില്ലാഹ്, കാരണം അള്ളാഹുവാണ് എൻ്റെ ഈ കച്ചവടത്തെ എനിക്ക് വിജയിപ്പിച്ചു തന്നത്, എനിക്ക് സന്തോഷം നൽകിയവൻ അള്ളാഹുവാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ മറക്കാൻ പാടില്ല. അതേ സമയത്ത് കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചാലോ ആ സമയത്തും അള്ളാഹുവിനെ മറന്നു പോകരുത്. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അള്ളാഹു തആല ആ നിലക്കായിരിക്കാം എനിക്ക് കണക്കാക്കിയത് എന്ന് സമാധാനിച്ച് എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെയും അള്ളാഹുവിനെ ഓർക്കുക. അസാ റബ്ബുന അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. ഈ ദിക്ർ അങ്ങോട്ട് പറയുക. അസാ റബ്ബുന അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. ഈ ദിക്ർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അഥവാ ഈ കച്ചവടത്തിൽ എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതിനേക്കാളും ഹൈറായത് അള്ളാഹു എനിക്ക് പകരം തരും. അവിടെയാണ് നമ്മുടെ ആ യഖീൻ, ആ ഉറപ്പ്. അള്ളാഹു എനിക്ക് പകരം ഇതിനേക്കാളും ഹൈർ തരും. ഈ നഷ്ടം സംഭവിച്ചതിൽ എന്തെങ്കിലും ഒരു ഹൈറുണ്ടാവും, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുകയല്ല, അല്ലെങ്കിൽ ആകെ ടെൻഷനായി ഒന്നുമില്ലാതെ ഞാനിനി എന്ത് എന്ന് ചിന്തിക്കലല്ല. അതിലൊക്കെ സന്തോഷം, കാരണം അത് അള്ളാഹു തആല അങ്ങനെ കണക്കാക്കി, അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇതിനേക്കാളും ഹൈറായത് എനിക്ക് തരും. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ആ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു പോയാൽ എന്താണ് പറയേണ്ടത്? അസാ റബ്ബുന അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. അസാ റബ്ബുന അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. ഇതിങ്ങനെ നമ്മുടെ ഓരോരോ ദുആയിലും മറ്റുള്ള നമുക്ക് സൗകര്യപ്പെടുന്ന സമയത്തൊക്കെയും ഇങ്ങനെ അള്ളാഹു ഇതിനേക്കാൾ ഹൈറായത് എനിക്ക് തരും, അള്ളാഹു എനിക്ക് നല്ലൊരു സന്തോഷത്തിൻ്റെ വഴി തുറക്കും എന്നുള്ള നല്ല വിശ്വാസത്തോടെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ആ സമയത്ത് അള്ളാഹു തആല നമുക്ക് അതിനുള്ള നല്ല വഴികൾ അള്ളാഹു തആല തുറന്നു തരും. എല്ലാം അള്ളാഹുവിൻ്റെ ഖളാ ഖദർ അനുസരിച്ച് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് ഹൈറായത് നൽകുമാറാവട്ടെ, സന്തോഷ ജീവിതം നൽകുമാറാവട്ടെ. കച്ചവടം നഷ്ടം വന്ന് കുടുങ്ങിപ്പോയ ധാരാളം ആളുകളുണ്ട്, വിദേശ രാജ്യത്തുണ്ട്, സ്വദേശത്തുണ്ട്. എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രശ്നങ്ങളും ടെൻഷനുകളും തീർത്ത് ഹൈറായ നല്ല വഴി അള്ളാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.